പ്രൗഡ് ടു ബി ആൻ ഇന്ത്യനിലേക്ക്. കണ്ണൻ രവി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ 2026 സമർപ്പിക്കുന്നത് കണ്ണൻ രവി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പ്രസന്റഡ് ബൈ ആരും കൊതിച്ചു പോകും വിൻസ്മേറ. Co-presented by Fira Masala Oats. Beat your age with the taste of health. Associate Sponsor Pitta Pillai Agencies, the most trusted name in TV, mobiles and appliances. Bahar, now with 100% improved whiteness and brightness. Event managed by Editorial. Academic Partner American University of Ras Al Khaimah. Venue Partner Cosmopolitan International Indian School, Ajman. Supported by JBS Group. കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക മാത്രമല്ല, കുട്ടികളിൽ നിന്നും തനിക്കുള്ള ഉപദേശങ്ങളും തേടി ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച. ദില്ലിയിൽ രാഹുലിന്റെ വസതിയിലായിരുന്നു കുട്ടികൾക്ക് ഈ സ്വീകരണം നൽകിയത്. രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ നിറഞ്ഞ 1 മണിക്കൂർ അതായിരുന്നു രാഹുൽ ഗാന്ധി കുട്ടികൾക്കൊപ്പം ചെലവിട്ട ആ സമയം. അപ്പോൾ അതേക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ്. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യന്റെ 12ാം സീസണിൽ ഏറ്റവും പ്രിയപ്പെട്ട അനുഭവം ഏതായിരുന്നു എന്നാണ് നമ്മൾ ഈ സംഘത്തിലുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത്. ഏതായിരുന്നു ഏറ്റവും അടിപൊളിയായ ഏറ്റവും നല്ല മൊമെന്റ്? ഏതായിരുന്നു ഏറ്റവും നല്ല മൊമെന്റ്? ഇന്നായിരുന്നു. ഇന്ന് നമ്മൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണം, പുള്ളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം തന്നെയായിരുന്നു. ഏറ്റവും നല്ല എക്സ്പീരിയൻസ്. മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയോട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാർ അതിന് ആൻസർ മാത്രമല്ല നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. സാർ ചോദിച്ചു, നമ്മൾ ഒരു ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നു, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ എന്ത് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും? അങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം വളരെ ഓപ്പൺ ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു വളരെയധികം. അതോടൊപ്പം തന്നെ നമ്മൾ കോൺഫിഡൻസും എല്ലാം നമ്മുടെ ബൂസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെന്റ്സ് ഒന്നും കേൾക്കരുതെന്നും നമ്മൾ തന്നെയാണെന്നും നമുക്ക് നമ്മുടെ തന്നെ സ്ട്രെങ്സും കറേജസും എല്ലാം ഉണ്ടെന്നും അപ്പോൾ നമുക്ക് ആരുടെയും ജഡ്ജ്മെന്റ്സ് ഒന്നും കേട്ട് തല ഉനിക്കുകയൊന്നും വേണ്ടെന്നും ഒക്കെ പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ ഇടിച്ച ഒരു വിദ്യാർത്ഥിയുണ്ട് ഈ കൂട്ടത്തിൽ. രാഹുൽ ഗാന്ധിയെ 3-4 തവണ ഇടിച്ചിരുന്നു. എന്തിനായിരുന്നു അത്? സാറ് ഇടിക്കാൻ പറഞ്ഞു. അതായത് നമ്മളെ ഇത് ഹെയ്റ്റും ആംഗ്രി അതായത് എങ്ങനെയാ ആവുന്നത് രാഹുൽ ഗാന്ധി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെ എക്സാമ്പിളോട് കൂടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് എനിക്ക് എടുത്തു പറയാം. ഈ ഹെയ്റ്റിനെതിരെ നല്ലൊരു മെസ്സേജ് തന്നല്ലേ അത്? അതായത് നമ്മളിപ്പോ ആംഗ്രി ഉണ്ടായാൽ അത് ഹെയ്റ്റിലേക്ക് മാറും എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പം ഈ കുട്ടികൾക്ക് വലിയൊരു നല്ല അനുഭവം കൊടുക്കാൻ കഴിഞ്ഞു. എന്ത് തോന്നുന്നു അക്കാര്യത്തിൽ? ഒരുപാട് സന്തോഷം. കാരണം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് പറയുന്ന പ്രോഗ്രാം NRI സ്റ്റുഡൻസിന് മെയിൻലി നമ്മൾ എക്സ്ക്ലൂസീവ്ലി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞു വേണം കുട്ടികൾ ഇന്ത്യയെ അറിയാൻ. അത് വെറുതെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസ് അവർ പുസ്തകത്തിൽ കണ്ടത് വെറും വായിച്ചു പോയിട്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരി അവർ അറിഞ്ഞ ഒരു ഇന്ത്യ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരിന്ന് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ഏറ്റവും എന്താ പറയാ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഒപ്പോസിഷൻ ലീഡറുടെ കൂടെ വായിൽ നിന്ന് അവർ രാഹുൽ ഗാന്ധി പോലും എൻജോയ് ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് വിവരങ്ങൾ കുട്ടിയുടെ കിട്ടി. കാരണം അരമണിക്കൂറായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന സ്കെഡ്യൂള്. പക്ഷെ ആ അരമണിക്കൂറിന്റെ അപ്പുറം അത് 1 മണിക്കൂറോളം കുട്ടികളുടെ അടുത്ത് ഇന്ററാക്ഷൻ പരിപാടിയിൽ അവർ പങ്കെടുക്കുന്നു. അവസാനം എന്നോടടക്കം ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം ഒരു പക്ഷെ അവർ അധികം ചെയ്തിട്ടുള്ള ഇന്ററാക്ഷൻസ് മുഴുവനും ഇന്ത്യയിൽ തന്നെയുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവിടുന്ന് വ്യത്യാസമായിട്ട് ഇന്ത്യയെ അറിയുന്ന എന്നാൽ ഇന്ത്യയിൽ ജീവിക്കാത്ത NRI സ്റ്റുഡൻസിന് എങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാടിലൂടെ ഇന്ത്യ എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുട്ടികൾ രാഹുൽ ഗാന്ധി നമ്മുടെ കുട്ടികളിലൂടെയും അറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഒരുപാട് നന്ദി ഏഷ്യാനെറ്റ് ന്യൂസ് ടീംസ്. കാരണം ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ അതായത് ജനാധിപത്യം എന്താണെന്നും ജനാധിപത്യത്തിന്റെ മൂല്യം എന്താണെന്നും മനസ്സിലാവുന്ന രീതിയിലുള്ള നേതാക്കന്മാരൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഇനിയും ഇന്ററാക്ട് ചെയ്യട്ടെ. അതിലൂടെ അവര് ഇന്ത്യയെ അറിഞ്ഞ് വളരട്ടെ. Amazing, sir. Amazing. Rahul Gandhi, sir, himself was like a book. Every answer that he was giving was a new lesson for us. So humble, so down to earth, so generous person. And the most important thing I learned from him was about anger and how hatred builds up. അപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരോടും ചോദിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും ഗംഭീര അനുഭവം എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം എങ്ങനെയുണ്ടായിരുന്നു കൂടിക്കാഴ്ച? അതാണ്. അപ്പം വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു അനുഭവം നൽകിയാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് ഇന്ന് യാത്രയാക്കിയത്. ഇനി കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടാവും. ആർക്കെങ്കിലും ഇനി ഇന്നത്തെ കൂടിക്കാഴ്ചയെ കുറിച്ച് പറയാനുണ്ടോ? ഒരുപാട് നന്ദി ഏഷ്യാനെറ്റ് ടീമിനോട്. അത് രാഹുൽ ഗാന്ധി സാറിനെ കൂടെ നമുക്ക് കാണാൻ പറ്റിയതിൽ നിന്ന്. എനിക്കാണെങ്കിൽ ആദ്യം കിട്ടിയിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണെങ്കിൽ ഏതൊരു ചെറിയൊരു സംഭവം പോലും നമ്മുടെ രാജ്യത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ
ഒരു ടീച്ചറായാലും ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിലും നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ പോലും അതൊക്കെ ചെയ്യുന്നത് നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്നേഹം കാണിക്കുന്നു, ആ പേട്രിയോട്ടിസം വരെ കാണിക്കുന്നുണ്ട്. സോ അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ലെസൺ രാഹുൽ ഗാന്ധി സാറുമായിട്ട്. സോ താങ്ക് യു. എന്തായാലും വ്യക്തിപരമായ വലിയ നഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്ന വലിയ ദുരനുഭവങ്ങൾ ഉണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലെ തന്നെ. ആ അനുഭവങ്ങൾ കുട്ടികളിലൂടെ അദ്ദേഹം വളരെ പോസിറ്റീവായ ഒരു ആത്മവിശ്വാസം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ യാത്ര ഇന്നിപ്പോൾ ദില്ലിയിൽ നിന്ന് തിരികെ അവരവരുടെ സ്കൂളുകളിലേക്ക് മടങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞാണ് ആ വിദ്യാർത്ഥികൾ മടങ്ങുന്നത്. അത്ര നല്ല അനുഭവമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് അദ്ദേഹവുമായുള്ള സംഭാഷണത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. ടീം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ.